ഇഡലിയും ദോശയും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കുന്ന ചട്നി ടേസ്റ്റി ആണെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാകും. ചട്നിക്ക് ഗുണം വേണം, രുചിയും വേണം. അത്തരത്തിലൊരു ചട്നി, തക്കാളിയും നിലക്കടലയും ചേർന്നുണ്ടാക്കുന്ന ഈ ചട്നിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇടുക. അതിൻ്റെ കൂടെ 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ഇടുക. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടലയും ചേർക്കുക. നിലക്കടല റോസ്റ്റ് ചെയ്തതാണെങ്കിലും ഒന്നുകൂടി ഒന്ന് ചൂടാക്കണം. ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം എരിവിനാവശ്യമായ വറ്റൽ മുളക് ചേർക്കണം. ഇവിടെ വേറെ തരത്തിലുള്ള മുളകൊന്നും ചേർക്കുന്നില്ല. ഇനി മുളക് കൂടി ഒന്ന് റോസ്റ്റ് ആകണം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർക്കുക. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു വന്നതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായി ഇളക്കുക. കൂടെ 4 പഴുത്ത തക്കാളി അരിഞ്ഞതും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം 1/2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. 1/2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കണം. ഇപ്പോൾ ടൊമാറ്റോ എല്ലാം വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ടൊമാറ്റോ നല്ലതായിട്ട് വേകണം. ഇനിയും ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില ഇട്ട ശേഷം വീണ്ടും ഇളക്കുക. ഇനിയും ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച ചട്നി ഒരു പാത്രത്തിലോട്ട് മാറ്റുക. താല്പര്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചട്നി ലൂസാക്കാം. ഇത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാൻ നല്ല രുചിയാണ്. കടുകൊന്നും വറക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇഷ്ടമുള്ളവർക്ക് കടുക് താളിച്ചും ഉപയോഗിക്കാം. അതിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർക്കുക. ചെറിയ ഉള്ളി റോസ്റ്റായി കഴിയുമ്പോൾ ചട്നിയിലേക്ക് ഒഴിക്കുക. നന്നായി ഇളക്കുക. ഇവിടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ അടിപൊളി ചട്നി തയ്യാറായി. ഈ ചട്നി ദോശ, ഇഡലി, ചോറിൻ്റെയൊക്കെ ബെസ്റ്റ് സൈഡ് ഡിഷാണ്. ഈ ചട്നി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.